అవును అవును నాకు ఎందుకో ఈసారి చాలా నమ్మకం ఉంది దట్ లాట్ ఆఫ్ పీపుల్ దెల్ బి ఎ హ్యూజ్ టర్న్ అవుట్ బికాస్ ఐ థింక్ పీపుల్ ఆర్ ఆల్సో బికమింగ్ മോർ ആൻഡ് മോർ. ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ മാർക്കോയ്ക്ക് വലിയ സ്വീകാര്യതയാണ് രാജ്യമെമ്പാടും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വന്നാൽ ബോളിവുഡിലെ വമ്പൻ റിലീസുകളെ പോലും പിന്നിലാക്കിയാണ് മാർക്കോ മുന്നേറുന്നത്. 34 ഷോകളിൽ ആരംഭിച്ച സിനിമ 2 ആഴ്ച കൊണ്ട് 1327 സ്ക്രീനുകളിലായി 3000-ത്തിലധികം ഷോകളിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു റെക്കോർഡ് തന്നെയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ തെലുങ്ക് ഡബ് വെർഷനും മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം തന്നെ 1 കോടിയിൽ പുറത്ത് രൂപയാണ് മാർക്കോയ്ക്ക് തെലുങ്കിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ആദ്യമായാണ് ഒരു മലയാള സിനിമയുടെ തെലുങ്ക് വേർഷന് ഒരു ദിവസം ഇത്രയും തുക കളക്ഷനായി ലഭിക്കുന്നത്. അല്ലു അർജുന്റെ ഉടമസ്ഥതയിലുള്ള മൈത്രി മൂവി മേക്കേഴ്സ് ആണ് മാർക്കോയുടെ തെലുങ്കിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. മാർക്കോയുടെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി അല്ലു അർജുൻ മാർക്കോ കണ്ടിരുന്നെങ്കിലും ചിത്രത്തെക്കുറിച്ച് പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിരുന്നില്ല. ഇപ്പോഴത്തെ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനായി വിശാഖപട്ടണത്തിലെത്തിയ അല്ലു അർജുനോട് മാർക്കോയെ കുറിച്ച് ചോദിച്ചപ്പോൾ അല്ലു അർജുൻ പറഞ്ഞ രസകരമായ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. മാർക്കോ പുഷ്പയെ മറികടക്കുമോ എന്നായിരുന്നു ഒരു റിപ്പോർട്ടർ അല്ലുവിനോട് ചോദിച്ചത്. അല്ലുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: പുഷ്പയെ മറികടക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. മൌത്ത് പബ്ലിസിറ്റിയിലൂടെ കൂടുതൽ ആൾക്കാർ മാർക്കോ കാണാൻ വരുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കോയുടെ കളക്ഷൻ ഇപ്പോഴൊന്നും താഴത്തില്ലടാ എന്ന പുഷ്പ സ്റ്റൈലിലായിരുന്നു അല്ലുവിന്റെ മറുപടി. വയലൻസ് വെച്ച് നോക്കുമ്പോൾ മാർക്കോ പുഷ്പയേക്കാൾ ഫയറാ എന്നും അല്ലു കൂട്ടിച്ചേർത്തു. അല്ലു അർജുൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പുഷ്പ, മാർക്കോ, ഇതിൽ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.